ആലപ്പുഴയിലും കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ശ്രീജിത്ത് അവിടെയുണ്ട്. ശ്രീജിത്ത്, ആലപ്പുഴ തൃക്കുന്നപ്പുഴ പല്ലന കുമാരനാശൻ സ്മാരക സ്കൂളിലെ 101 ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിന് എന്താണ് പറ്റിയത്? ആ യന്ത്രം കേടൊക്കെ മാറിയോ? വോട്ടിംഗ് പുനരാരംഭിച്ചോ? അവിടെ പല്ലന കുമാരനാശൻ സ്കൂളിലെ വോട്ടിംഗ് യന്ത്രത്തിന് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തകരാർ സംഭവിച്ചത്. ആ യന്ത്രം അല്പസമയത്തിനകം മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ നമുക്കറിയാൻ കഴിഞ്ഞത്. അവിടെ പോളിംഗ് സുഗമമായി നടക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം 3:30-4 മണി വരെ. പിന്നീടാണ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചത്. എന്തായാലും ഈ തകരാർ പരിഹരിച്ച് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ക്രമീകരണങ്ങളാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ നടക്കുന്നത്. ഓരോ മേഖലയിലും ഈ വോട്ടിംഗ് യന്ത്രത്തിന് കേടുവന്നാൽ പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഫ്ലൈയിങ് സ്ക്വാഡിനെയും മറ്റും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തകരാർ എത്രയും വേഗം പരിഹരിക്കും. ഇപ്പോൾ ആലപ്പുഴയിൽ 4:53 വരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ മൊത്തം ഏതാണ്ട് 67.96% പോളിംഗ് രേഖപ്പെടുത്തി. അതായത് ആലപ്പുഴ മണ്ഡലത്തിൽ ഇതുവരെയുള്ള 5:13 വരെയുള്ള കണക്ക് പ്രകാരമാണ് ഈ 67.96%. അതായത് ഏതാണ്ട് 68% പോളിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാന 1 മണിക്കൂറാണ്. പോളിംഗ് ബൂത്തുകൾ ഇപ്പോൾ ആളുകൾ കുറവാണ്. ഇനി വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് തീരദേശ മേഖലയിലെ ബൂത്തിലാണ്, തുമ്പോളിയിലെ ബൂത്തിലാണുള്ളത്. അവിടെ ഇപ്പോൾ വളരെ 5-6 ആൾ മാത്രമാണ് ക്യൂവിലുള്ളത്. മറ്റ് ഈ പോളിംഗ് സ്റ്റേഷനിലെ മറ്റ് ബൂത്തുകളിലും താരതമ്യേന ആളുകൾ കുറവാണ്. എന്തായാലും പരമാവധി ആളുകളെ വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ തവണ 80.25% ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്നത് കായംകുളം നിയമസഭാ മണ്ഡലത്തിലാണ്. അവിടെ ഈ 68 എന്നുള്ള അടുത്തുള്ള ഒരു സംഖ്യ അവിടെ പോൾ ചെയ്യുന്നില്ല. അവിടെ 61-62% പോളിംഗ് മാത്രമാണ് നടന്നത്. അവിടെ ഇരു പാർട്ടികളിലും കോൺഗ്രസിലും ഒപ്പം തന്നെ LDFിലും ഒക്കെ സംഘടനാ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അത്തരം കാര്യങ്ങൾ പോളിംഗിനെ ബാധിച്ചോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പ്രവർത്തകരും നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. എന്തായാലും പോളിംഗ് പൂർത്തിയാകുമ്പോൾ മാത്രമേ അന്തിമ ചിത്രം വ്യക്തമായുള്ളൂ. ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുന്നത് ആലപ്പുഴ മണ്ഡലത്തിലും അരൂർ, ചേർത്തല തുടങ്ങിയ അമ്പലപ്പുഴ മണ്ഡലങ്ങളുമാണ്. അവിടങ്ങളിൽ 68%-ത്തിനപ്പുറം പോളിംഗ് കടന്നു കഴിഞ്ഞു. എന്തായാലും ആലപ്പുഴ മണ്ഡലത്തിൽ പൊതുവെ വോട്ടെടുപ്പിനോട് ആവേശകരമായ പ്രതികരണമാണ് വോട്ടർമാരിൽ കാണുന്നത്. ഓക്കെ.